RCM എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ മുഴുവൻ ഈ രാജ്യത്തുള്ള മുഴുവൻ ബിസിനസ്സുകളെ പറ്റിയും അതിനെപ്പറ്റി പഠനം നടത്തി റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ട്രഡീഷണൽ രംഗത്തുള്ള ബിസിനസ് ആണെങ്കിലും തൊഴിൽ സാധ്യതകളാണെങ്കിലും ഗൾഫിന്റെ സാധ്യതകളാണെങ്കിലും ഇതെല്ലാം മങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി തൊഴിൽ മേഖലകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരമ്പരാഗതമായ ബിസിനസ് മേഖലയിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ രാജ്യത്ത് 30% മൈനസ് ഗ്രോത്ത് രേഖപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ 2017 RCM ബിസിനസിന്റെ നിങ്ങൾ ഇന്ന് കയറി വന്നിരിക്കുന്ന ഈ ഹാളിൽ ഇരിക്കുന്ന ഈ ബിസിനസ് 2017 എന്ന് പറയുന്ന ഒരു വർഷം 29% ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു ബിസിനസ് ആണ് 2017. നമുക്കൊന്ന് കൈയടിക്കാം. കാരണം മറ്റെല്ലാ മേഖലയിലും മൈനസ് ഗ്രോത്ത് ഉണ്ടായ സമയത്ത് 2017 RCM 29% ഗ്രോ ചെയ്തു. 2018 ഈ നമ്മൾ ഈ നേരത്തെ ഇരിക്കുന്ന ബിസിനസ് 40% ഗ്രോത്ത് ഉണ്ടാക്കി. 40%, 40%. അതായത് 2017 10 കോടിയുടെ സെയിൽസ് ആണ് RCM പ്രോഡക്റ്റ് ചെയ്തതെങ്കിൽ 2018 എത്ര ചെയ്തു? 40% എന്ന് പറയുമ്പോൾ എത്രയാ? 14 കോടി. 10ൽ നിന്ന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ 14 കോടിയിലേക്ക് എത്തി. വളരെ വലിയ രീതിയിലുള്ള ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ്. പക്ഷേ നമ്മൾ കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആകമാനം 40% RCM ബിസിനസ് വളർന്ന സമയത്ത് കേരളത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്നലെ 2 ദിവസം മുമ്പ് കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സുജിത് സാറിന് RCM ബിസിനസ് എത്തിച്ചു കൊടുത്ത ഗോപകുമാർ സാർ അനൗൺസ് ചെയ്തിട്ടുണ്ട് 200% ആണ് 2018 നമ്മുടെ ബിസിനസ് ഗ്രോത്ത് 200%. പക്ഷെ അത് ആ ഒരു വളർച്ച കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ 2019-2020 ടോട്ടലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വ്യവസായത്തിൽ KPMGയും അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനും പ്രഡിക്ട് ചെയ്യുന്നത് 2020 ഈ ബിസിനസ് മേഖല ഗ്രോ ചെയ്യാൻ പോകുന്നത് 1000%ലേക്കാണ്. 2020 1000% ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഈ രാജ്യത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് തന്നെ പറയാം. ഏത് മേഖല നിങ്ങൾ എടുത്തോ, ഏത് രംഗത്തും ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ രാജ്യം നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വേദനകളോടിരിക്കുന്ന ഒരു സൊസൈറ്റിക്ക് മുമ്പിൽ അതിനെല്ലാമുള്ള പരിഹാരമായിട്ട് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും സ്വപ്നങ്ങളില്ലാത്ത യുവത്വം ഒക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ട് രാഷ്ട്രീയത്തിനും മതത്തിനും എന്തിനും ഉപരിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഒറ്റ സൊല്യൂഷൻ ദാറ്റ് ഇസ് RCM എന്ന് ഈ സമയത്ത് അഭിമാനത്തോടുകൂടി ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് ആളുകൾ ചെറുപ്പക്കാർ 19-20 വയസ്സുള്ള ചെറുപ്പക്കാർ ഈ വളരെ അത്തരം തീവ്രപരമായ നിലപാടിലേക്കൊക്കെ പോകുന്നത്? അവർക്കൊന്നുമില്ല, ഒരു സ്വപ്നവും ഇല്ല. അവരുടെ മുമ്പിൽ തിക്താനുഭവങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ വരെ. നാളുകളിൽ പ്രതീക്ഷയില്ല. കേരളത്തിന്റെ തന്നെ കണക്ക് കൊടുത്തു നോക്കൂ. PSC ടെസ്റ്റ് എഴുതിയ 2017 1,22,00,000 ആളുകൾ PSC എക്സാമിനേഷൻ എഴുതിയിട്ട് കേവലം 30,000 പേർക്ക് മാത്രമാണ് തൊഴിൽ കൊടുക്കാൻ പറ്റിയത്. ബാക്കിയുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ PSC ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾ ജീവിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ ഒന്നുമില്ല. ഞാൻ സൈന്യത്തിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് റാലി അതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. അതിൽ ഓടി അവസാന സെക്കൻഡിൽ ആ പോയിന്റിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ചെറുപ്പക്കാരൻ കരയുന്ന ചിത്രം. വലിയ കരച്ചിലാണ്. ആ ഒരു സെക്കൻഡ് കൂടി ഉണ്ടെങ്കിൽ അവൻ അപ്പുറം കിടക്കായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഒരു തൊഴിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തനിക്ക് ഒന്ന് നിവർന്നു നിൽക്കാൻ, ഈ സമൂഹത്തിനോടൊപ്പം ഒന്ന് നിവർന്നു നിൽക്കാനുള്ള അവസരം തുലവും തീരെയില്ല. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരുപാട് റിപ്പോർട്ട് ഞാനത് വിശദമായി നോക്കിയിരുന്നു. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം 3 കാറ്റഗറി ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് പൊതുവെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഏതൊക്കെ കാറ്റഗറി ആളുകളുണ്ട്? ഇന്ന് നമ്മുടെ സമൂഹം എടുത്താൽ, ഈ രാജ്യം എടുത്താൽ പ്രധാനപ്പെട്ട 3 കാറ്റഗറി ആയിട്ട് ജനങ്ങളെ തിരിച്ചിട്ടുണ്ട് അവരുടെ സാമ്പത്തിക ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഏതൊക്കെയാ? ഒന്ന്, ഹൈ ക്ലാസ് ഇല്ലേ, നല്ല ജീവിത നിലവാരം, സ്വന്തം വൈഫിന്റെ ബർത്ത്ഡേക്ക് വിമാനം വരെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു റിച്ച് ഹൈ ക്ലാസ് ഇവിടെ ഉണ്ട് ഇല്ലേ? അംബാനിയുടെ ഒക്കെ ലൈഫ് ആ ലെവലില് ഈ നാട്ടിലെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
വലിയൊരു പോർഷൻ വലിയ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൈ ക്ലാസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എണ്ണിച്ചിട്ടും അപ്പം പോലെ ശമ്പളമൊക്കെ കിട്ടി ജോലികളിലൂടെ ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു മിഡിൽ ക്ലാസ് നമ്മുടെ നാട്ടിലുണ്ട്. അതുമാത്രമല്ല, ഈ നാട്ടിൽ ഏതാണ്ട് 70-80% അധികം ആളുകൾ ഒരു ലോ ക്ലാസ് ആയിട്ട്, ഒരു ആവറേജിലും താഴെ ഒരുവിധം ജീവിതത്തിൽ എല്ലാവിധ പ്രതിസന്ധികളും എല്ലാം കോംപ്രമൈസ് ചെയ്ത് ഇതെന്റെ വിധിയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ഈ ജന്മം കഴിക്കേണ്ടതാണെന്നൊക്കെ ചിന്തിച്ച് ജീവിതത്തിൽ ഏറ്റവും ലോ ആയിട്ട് വലിയ കഷ്ടപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നല്ലൊരു ആരോഗ്യത്തോടുകൂടി, ആരോഗ്യമാണ് ആർസ്യം, ഹെൽത്ത്. രണ്ടാമത്തത് സെൽഫ് ഡിപ്പെൻഡൻസി. മൂന്നാമത്തത് രാഷ്ട്ര പുനർനിർമ്മാണം. 3 ലക്ഷ്യങ്ങളാണ് ആർസ്യം മുന്നോട്ട് വെക്കുന്നത്. ഒന്നെന്താണ്? നിങ്ങളൊന്ന് മന്ത്രിച്ചു നോക്കിയേ. ഹെൽത്ത്. രണ്ടാമത്തത് സെൽഫ് ഡിപ്പെൻഡൻസി. സെൽഫ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പര്യാപ്തത. ആരോഗ്യം, സ്വയം പര്യാപ്തത, രാഷ്ട്ര പുനർനിർമ്മാണം. അപ്പം ആർസിഎമ്മിന്റെ ആ പ്രധാനപ്പെട്ട ലോഗോയ്ക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വേർഡ് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ജീവിതങ്ങളെ മാറ്റിമറിക്കുക, ഇന്ത്യയെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ അവന് ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആളുകളുടെ ആരോഗ്യ രംഗത്ത് ഒട്ടനവധി വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം. ഒന്നാമത്തത് പോഷകാംശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. ആളുകൾ പോഷകാംശങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ടി വി ഒക്കെ തുടങ്ങുന്ന സമയത്ത് അട്ടപ്പാടിയിൽ ഒരു കുട്ടി ജനിച്ചു വീണു, 700 ഗ്രാം 7 ദിവസം കൊണ്ട് മരിച്ചുപോയി, 14 ദിവസം. കാണാറില്ലേ വാർത്ത? എന്താ അതിന്റെ അർത്ഥം? 700 ഗ്രാമുള്ള ഒരു കുഞ്ഞ് ജനിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് എന്തില്ലായിരുന്നു? പോഷകാംശം ഇല്ലായിരുന്നു എന്നതിന്റെ അർത്ഥം. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള മിനിമം ആയിട്ടുള്ള ഒരു യോഗ്യത, ഒരു ശാരീരികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആ അമ്മയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ 700 ഗ്രാമായിട്ട് ഒരു കുട്ടി ജനിച്ചു, അത് ഏതാനും ആഴ്ച കൊണ്ട് ആ കുട്ടി മരിച്ചുപോയി നമ്മൾ കേൾക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിലെടുത്താൽ 70% ആളുകൾ പോഷക ന്യൂനത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ആളുകൾ ഭക്ഷണം കഴിക്കാത്തതല്ല കുഴപ്പം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് പോകാം. ഡ്രിങ്ക് കുടിക്കുന്നതോടൊപ്പം തന്നെ മനസ്സെവിടെ കൊണ്ടിടണം? വെറും കുടിക്കാരനായിട്ട് ഇരുന്നാൽ പോലെ അല്ലെ? ജീവിതത്തിൽ വല്ലാണ്ട് കുടിക്കുന്ന ആൾക്കാരൊന്നും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് കുടിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് സമയം നമ്മളോടൊപ്പം തരണം. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ 70% ആളുകൾ എന്തുണ്ട് ഈ രാജ്യത്തില്? പോഷക ന്യൂനത ഉണ്ട്. അപ്പൊ പോഷക ന്യൂനത അനുഭവിക്കുന്ന ഈ 70% ആളുകൾ നമ്മളെ നാട്ടിലും നമ്മളെ വീട്ടിലും നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട്. പോരാട്ടം നമ്മൾ നടത്തി കഴിഞ്ഞു. ആർസ്യം രോഗങ്ങൾക്കെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. തൊഴിലില്ലായ്മയ്ക്കെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്നുണ്ട്. ഓർഗാനിക് കൃഷി എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തിന്റെ സമ്പത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കുത്തൊഴുകി പോയിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പുതിയ രാഷ്ട്രമായി കെട്ടിപ്പടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുള്ള ഉത്തമ ബോധ്യം ഓരോ ആർസിഎം ഡിസ്ട്രിബ്യൂട്ടർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വലിയ പോരാട്ടം നമ്മൾ നടത്തി കഴിഞ്ഞു. ആർസിഎം രോഗങ്ങൾക്കെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. തൊഴിലില്ലായ്മയ്ക്കെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്നുണ്ട്. ഓർഗാനിക് കൃഷി എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തിന്റെ സമ്പത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കുത്തൊഴുകി പോയിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പുതിയ രാഷ്ട്രമായി കെട്ടിപ്പടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുള്ള ഉത്തമ ബോധ്യം ഓരോ ആർസിഎം ഡിസ്ട്രിബ്യൂട്ടർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇവിടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിവിടെ വന്നത് കൊണ്ട് ഈ ഭൂമിക്ക് എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ളതും വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കും. ശരിയാണോ? അവൻ ചെയ്തില്ല, അവര് ചെയ്തില്ല, അയാൾ നല്ല അല്ല, ഭരിക്കുന്ന ആളുകൾ ശരിയല്ല, മുഖ്യമന്ത്രി ശരിയല്ല, പ്രധാനമന്ത്രി ശരിയല്ല എന്ന് പറയുന്നതിന് പകരം എന്നാൽ കഴിയുന്നത് എനിക്ക് എന്ത് കാര്യം ഈ സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ് ഓരോ ആർസിഎം ഡിസ്ട്രിബ്യൂട്ടറെയും വ്യത്യസ്തനാക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് വലിയ കാര്യങ്ങൾ, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ സമൂഹത്തിനും രാഷ്ട്രത്തിനും ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ആർസിഎം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ പ്രവർത്തനത്തിന്റെ വേഗത പോരാന്ന് എനിക്ക് അഭിപ്രായം. 200% ഒന്നും പോരാ.
ഇത് പാറി പറപ്പിക്കേണ്ട ഒരു ബിസിനസ്സാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ ആക്റ്റീവ് ആവേണ്ട ബിസിനസ്സാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ എക്സൈറ്റഡ് ആവേണ്ട ബിസിനസ്സാണ്. ഒരു RCM ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അവന് ഒരു മിനിറ്റ് പോലും ആവേശത്തിൽ കുറഞ്ഞൊന്നും ചെയ്യാനില്ല. എപ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ അവസരം എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് ആരോ വിളിച്ച് നമ്മൾ ഇതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പക്ഷെ പലർക്കും അറിയില്ല കിട്ടിയ അവസരത്തിന്റെ വലുപ്പം എന്താണ്. ഇന്ന് ലോകത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അതിന്റെ പാരമ്പര്യം ഒരു 100-150 വർഷത്തെ പാരമ്പര്യം ലോകത്തിൽ ആകമാനം അവകാശപ്പെടാനുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് അമേരിക്ക അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ 18% ഗ്രോത്ത് USA-ൽ നിന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ രാജ്യമായിട്ട് ചൈനയാണെങ്കിൽ 15% ഗ്രോത്ത് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ ഇന്ന് പല കാര്യത്തിലും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആയിട്ടുള്ള ലോകത്തിൽ 35 രാജ്യങ്ങൾ ബിസിനസ് ചെയ്യുന്ന തുല്യമായിട്ടുള്ള ഇന്ത്യയിൽ കേവലം 1% പോലും ഒരുപാട് കമ്പനികൾ പ്രവർത്തിച്ചിട്ടും ആയിട്ടില്ല. 1% ആളുകളിലേക്ക് കഴിഞ്ഞ 10-20 വർഷമായിട്ട് 18 വർഷമായിട്ട് RCM പ്രവർത്തിക്കുന്നു. 1% എത്തിയിട്ടില്ല. അപ്പൊ നമ്മളുടെ പ്രവർത്തനത്തിന്റെ വേഗത പോരാ. ഇവിടെ പലതരത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ആശുപത്രികളിലും രോഗങ്ങളും കഷ്ടപ്പാടും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ അഭിമുഖീകരിക്കുമ്പോൾ അതിനുള്ള ഒറ്റമൂലിയും ഏറ്റവും വലിയൊരു പരിഹാരവുമായിട്ട് ഞാനൊരു RCM ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രദ്രോഹമാണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം നമ്മളോടൊപ്പം ഉണ്ട്. എന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല ഇതിനകത്ത് നയിക്കുന്നത്, വലിയൊരു വിഷണറി പീപ്പിൾ ആയിട്ട് നമുക്ക് മാറാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ബിസിനസിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്ട്രോങ് ആക്കണം. TC ചബ്രാജി നമ്മളോട് വന്നിട്ട് എറണാകുളം സിയാൽ കൺവെൻഷൻ സെന്ററിൽ വന്നിട്ട് ഇനി വെറുതെ ആളുകൾക്ക് RCM ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ ആളുകൾക്ക് എന്ത് കൊടുക്കണ്ട? വെറുതെ കൊടുക്കണ്ട. RCM എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പാ കൊടുക്കണം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? വിതരണാവകാശം. എന്തിന്റെ വിതരണാവകാശം? എത്ര പ്രൊഡക്റ്റുകളുടെ വിതരണാവകാശം? നമുക്ക് എത്ര ഉൽപ്പന്നങ്ങളുണ്ട്? RCM-ന് ഇന്ന് അതിന്റെ ഒരു വളർച്ച കഴിഞ്ഞ 18 വർഷം കൊണ്ട് അതിന്റെ ഒരു വളർച്ച നമ്മൾ നോക്കുന്ന സമയത്ത് ഒരൊറ്റ പ്രോഡക്റ്റിൽ 2000 ആഗസ്റ്റിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം 2018 കംപ്ലീറ്റ് ചെയ്ത സമയത്ത് 400-ലധികം ഉൽപ്പന്നങ്ങളിലേക്ക്, ഒരൊറ്റ പ്രോഡക്റ്റിൽ നിന്ന് 400-ലധികം ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ എത്തും. 400-ലധികം ഉൽപ്പന്നങ്ങൾ RCM ബ്രാൻഡ് നെയിമിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചായന്റെ പരിപാടി ഏകദേശം ഇപ്പം ഫിനിഷ് ആവില്ലേ സാറ്? അപ്പോ 400-ലധികം ഉൽപ്പന്നങ്ങൾ RCM എന്ന് പറയുന്ന ശ്രേണിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്പനിയായുള്ള ഹിന്ദുസ്ഥാൻ ലിവർ കേവലം ഒരു 200-ൽ താഴെ 160 പ്രൊഡക്റ്റാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം RCM ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ഒരു ID പ്രൂഫും ബാങ്ക് അക്കൗണ്ടിലെ കോപ്പിയും ഒരു ഫോട്ടോയും കൊടുത്ത് ഈ KYC എടുത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് 400-ലധികം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ്, വലിയൊരു ലൈസൻസ് ആണ് RCM നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ മഹത്വം, അതിന്റെ വലുപ്പം, ലോക നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ. TCG നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ലോക നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തരുന്നു, നിങ്ങൾക്ക് 100% ചങ്കുറപ്പോടുകൂടി ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ പറ്റി, ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി, ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ പറ്റി ഏതൊരാളുടെ മുമ്പിൽ നിന്നും ചങ്കുറപ്പോടുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. ഇന്ന് വരെ കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു RCM പ്രോഡക്റ്റ് പോലും മോശമാണെന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പൊ ലോക നിലവാരമുള്ള 400-ലധികം ഉൽപ്പന്നങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് തരുമ്പോ നമ്മൾ ഹിന്ദുസ്ഥാൻ ലിവറോ മറ്റേത് കമ്പനി എടുത്താൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി പറയുന്നില്ല. അപ്പം TCG പറയുന്നത് മിനിമം ഒരു ഡയമണ്ട് ക്ലബെങ്കിലും എൻട്രി ഇല്ലാത്ത ഒരാള് ഒരു ഡയമണ്ട് ക്ലബോട് കൂടി ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഡയമണ്ട് ക്ലബ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പൂർണ്ണമായും RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ പൂർണ്ണമായിട്ടും RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമാണോ ലാഭമാണോ? ലാഭം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇന്ന് ഈ ഹോളിൽ വന്നിരിക്കുക എന്ന് പറയുന്നതിന് ഒരു സക്സസ് ആണ്. നിങ്ങൾ ഓരോരുത്തരും വിജയിക്കുക. കാരണം അത്രമേൽ ഗുണകരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വന്നത്. ഇന്നലെ വരെ ഞാനൊരു ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ മായങ്ങളും ഫ്ലൂറൈഡ്, ജെലാറ്റിൻ, ബോണാഷ്, നിക്കോട്ടിൻ അടക്കം ഇറങ്ങിയ ഒരു ടൂത്ത് പേസ്റ്റ് മിനിമം ഒരു 60 രൂപയ്ക്കെങ്കിലും ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങണം. ഒരു 100 ഗ്രാം
പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്ന് അടിവര ഇടാൻ പറയാം. ഫ്ലൂറൈഡ് ഉണ്ട്, ജലാറ്റിൻ ഉണ്ട്, ബോണാഷ് ഉണ്ട്, എന്റെ ബാഗിൽ പത്ര കട്ടിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പേസ്റ്റ് എന്ന് പോലും പറയാതെ ആളുകൾ പറയുന്ന ബ്രാൻഡ് ടൂത്ത് പേസ്റ്റ് അടക്കം 9 സിഗരറ്റ് വലിച്ചാൽ കിട്ടുന്ന അത്രയും നിക്കോട്ടിൻ കിട്ടുന്നുണ്ട്. ഭീകരാവസ്ഥയാ. ഞാൻ കാണിച്ചു വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകില്ല. അതായത് ഒരു പല്ലു മുളച്ച കുട്ടിക്ക് നിങ്ങൾ രാവിലെ ടൂത്ത് പേസ്റ്റ് എന്ന രൂപത്തിൽ അവന്റെ വായിലേക്ക് കൊടുക്കുന്നത് ക്യാൻസറിന്റെ വിത്ത് കൂടിയാണെന്നുള്ളത് ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല. വലിയ പ്രശ്നം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർസ്യം നമുക്ക് അഭിമാനത്തോടു കൂടി തരുന്നു. നോൺ ഫ്ലൂറിഡേറ്റഡ് ഹെർബൽ വെജിറ്റേറിയൻ, ഒരു തരത്തിലുള്ള വാണിംഗും ഇല്ല, എഴുതി വെച്ചിട്ടില്ല. ആ ഒരു ടൂത്ത് പേസ്റ്റ് അതിന്റെ MRP എന്ന് പറയുന്നത് വെറും 44 രൂപ. അതായത് ഈ ഒരു ഉൽപ്പന്നം ഒരു MRPക്ക് വാങ്ങുന്ന വ്യക്തി അദ്ദേഹത്തിന് 125 രൂപ കൊടുത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്ന ടൂത്ത് പേസ്റ്റ് അടക്കം ഇന്ന് ഫ്ലൂറൈഡ് കലർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ എത്ര പണം കൊടുക്കാൻ തയ്യാറായാലും നല്ല പേസ്റ്റ് കിട്ടാനില്ല മാർക്കറ്റിൽ. ലോകത്തിൽ പല രാജ്യങ്ങളും നിരോധിച്ച ഫ്ലൂറൈഡ് ഒക്കെയാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിന് വരുന്നത്. ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ദന്തരോഗം പടർന്നു പന്തലിക്കുന്ന പത്രങ്ങളിലൊക്കെ വന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് 44 രൂപയ്ക്ക് MRP കിട്ടുന്ന ഈ ഒരു ഉൽപ്പന്നം ആർസ്യം ഡയറക്ട് സെല്ലർക്ക് 37 രൂപയ്ക്ക് കിട്ടും. ലോക നിലവാരമുള്ള ഒരു ടൂത്ത് പേസ്റ്റ് പൊതു മാർക്കറ്റിനേക്കാൾ ഒരു 40% വിലക്കുറവ്. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഒന്ന് പല്ല് തയ്ക്കാൻ തയ്യാറായാൽ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ പല്ല് തയ്ക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ബാങ്കിൽ ഇന്ന് വരെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പല്ല് തയ്ച്ചിട്ട് ബാങ്ക് പൈസ വന്നോ? ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, RCMനകത്തുനിന്ന് നിങ്ങൾ പല്ല് തേച്ചാൽ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, 2 രൂപ 20 പൈസ ബാങ്കിൽ ഗ്യാരണ്ടി. എന്താ മോശം കാര്യം? ആരോഗ്യം കിട്ടി, വിലക്കുറവ് കിട്ടി, ഒന്ന് പല്ല് തേച്ചുകൊണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ പുണ്യ, വലിയ ഭാഗ്യം. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള, ആളുകൾക്ക് കൊടുക്കാനുള്ള. എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടി മാർക്കറ്റ് പേസ്റ്റ് ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, വായിൽ അത് പേര് വരും, അത്രയും പേരുകൾ അടിച്ച് ജനിച്ചെന്ന് തൊട്ട് നമ്മൾ പരസ്യം കണ്ട. അങ്ങനെയുള്ള ഒരു പേസ്റ്റ് ഉപയോഗിച്ച് ഫ്ലൂറൈഡും ജലാറ്റിനും നിക്കോട്ടിനും വായിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ ഞാൻ മാത്രം കാവിയോ പേസ്റ്റും കൊണ്ട് ഇങ്ങനെ പേസ്റ്റ് ഞാനും എന്റെ കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കുന്നില്ല. എന്താ അർത്ഥമുള്ളത്? അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് കൊടുക്കണം. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരു 2-3 കുടുംബങ്ങളിലേക്ക് കൂടെ കൊടുക്കാൻ തയ്യാറായാൽ ഡയമണ്ട് ക്ലബ് കംപ്ലീറ്റഡ്. ഒരു 2 ഫാമിലിക്ക് ഇതിനകത്ത് ഇഷ്ടം ഒരു ഉൽപ്പന്നമുണ്ട്. RCM ഡ്രസ് കോഡിൽ വന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? 100% RCMന്റെ ഡ്രസ് കോഡിൽ പാന്റ്, ഷർട്ട്, അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ആരുമില്ല. എത്ര ആള്? ഒന്ന് എണീറ്റുന്നേ. RCM ഡ്രസ് കോഡിൽ 100%. ഞാനാ ടീച്ചർ RCM സാരി, വെരി ഗുഡ്, നല്ലൊരു കൈ കൊടുത്തേ. വളരെ കുറവാളുകളാ. ഇരുന്നോളൂ. അടുത്തൊരു മീറ്റിംഗിൽ നമ്മൾ വരുന്ന സമയത്ത് RCM ഡ്രസ് കോഡ്, ഞാനിത് പറയുന്നത് വെറുതെ അല്ല, RCMനകത്ത് കാരണം എന്താ അറിയോ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനം പ്രധാനപ്പെട്ടതാ. അപ്പൊ അതിനകത്ത് ഞാൻ ഡ്രിങ്ക് കഴിച്ചോണ്ടിരിക്കും. അതിനകത്ത് നമ്മുടെ ഭയങ്കര കോൺസെൻട്രേഷനിലെ ആളുകൾ ലോകത്തിലുണ്ട് കേട്ടോ. നെപ്പോളിയനെ പറ്റിയുള്ള ഒരു കഥ ഞാൻ വായിച്ചത്. നെപ്പോളിയൻ ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇവിടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിവിടെ വന്നത് കൊണ്ട് ഈ ഭൂമിക്ക് എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ളതും വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കും. ശരിയാണോ? അവൻ ചെയ്തില്ല, അവര് ചെയ്തില്ല, അയാൾ നല്ലതല്ല, ഭരിക്കുന്ന ആളുകൾ ശരിയല്ല, മുഖ്യമന്ത്രി ശരിയല്ല, പ്രധാനമന്ത്രി ശരിയല്ല എന്ന് പറയുന്നതിന് പകരം എന്നാൽ കഴിയുന്നത് എനിക്ക് എന്ത് കാര്യം ഈ സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ് ഓരോ RCM ഡിസ്ട്രിബ്യൂട്ടറെയും വ്യത്യസ്തനാക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് വലിയ കാര്യങ്ങൾ, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ സമൂഹത്തിനും രാഷ്ട്രത്തിനും ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് RCM ഡിസ്ട്രിബ്യൂട്ടർമാരുടെ പ്രവർത്തനത്തിന്റെ വേഗത പോരാന്ന് എനിക്ക് അഭിപ്രായം. 200% ഒന്നും പോരാ. ഇത് പാറി പറപ്പിക്കേണ്ട ഒരു ബിസിനസ്സാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ ആക്റ്റീവ് ആവേണ്ട ബിസിനസ്സാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ എക്സൈറ്റഡ് ആവേണ്ട ബിസിനസ്സാണ്. ഒരു RCM ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അവന് 1 മിനിറ്റ് പോലും ആവേശത്തിൽ കുറഞ്ഞൊന്നും ചെയ്യാനില്ല. എപ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ അവസരം എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് ആരോ വിളിച്ച് നമ്മൾ ഇതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പക്ഷെ പലർക്കും അറിയില്ല കിട്ടിയ അവസരത്തിന്റെ വലുപ്പം എന്താണ്. ഇന്ന് ലോകത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അതിന്റെ പാരമ്പര്യം,
ഒരു 100-150 വർഷത്തെ പാരമ്പര്യം ലോകത്തിലാകമാനം അവകാശപ്പെടാനുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് അമേരിക്ക അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ 18% ഗ്രോത്ത് USA നിന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ രാജ്യമായിട്ട് ചൈനയാണെങ്കിൽ 15% ഗ്രോത്ത് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ ഇന്ന് പല കാര്യത്തിലും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മാർക്കറ്റ് ആയിട്ടുള്ള ലോകത്തിൽ 35 രാജ്യങ്ങൾ ബിസിനസ് ചെയ്യുന്ന തുല്യമായിട്ടുള്ള ഇന്ത്യയിൽ കേവലം 1% പോലും ഒരുപാട് കമ്പനികൾ പ്രവർത്തിച്ചിട്ടും ആയിട്ടില്ല. 1% ആളുകളിലേക്ക് കഴിഞ്ഞ 10-20 വർഷമായിട്ട് 18 വർഷമായിട്ട് RCM പ്രവർത്തിക്കുന്നു. 1% എത്തിയിട്ടില്ല. അപ്പൊ നമ്മളുടെ പ്രവർത്തനത്തിന്റെ വേഗത പോരാ. ഇവിടെ പലതരത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ആശുപത്രികളിലും രോഗങ്ങളും കഷ്ടപ്പാടും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ അഭിമുഖീകരിക്കുമ്പോൾ അതിനുള്ള ഒറ്റമൂലിയും ഏറ്റവും വലിയൊരു പരിഹാരവുമായിട്ട് ഞാനൊരു RCM ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രദ്രോഹമാണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം നമ്മളോടൊപ്പം ഉണ്ട്. എന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല ഇതിനകത്ത് നയിക്കുന്നത്, വലിയൊരു വിഷണറി പീപ്പിൾ ആയിട്ട് നമുക്ക് മാറാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ബിസിനസിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്ട്രോങ് ആക്കണം. TC ചബ്രാജി നമ്മളോട് വന്നിട്ട് എറണാകുളം സിയാൽ കൺവെൻഷൻ സെന്ററിൽ വന്നിട്ട് ഇനി വെറുതെ ആളുകൾക്ക് RCM ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ ആളുകൾക്ക് എന്ത് കൊടുക്കണ്ട? വെറുതെ കൊടുക്കണ്ട. RCM എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പാ കൊടുക്കണം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? വിതരണാവകാശം. എന്തിന്റെ വിതരണാവകാശം? അപ്പം RCM ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ഒരു ID പ്രൂഫും ബാങ്ക് അക്കൗണ്ടിലെ കോപ്പിയും ഒരു ഫോട്ടോയും കൊടുത്ത് ഈ KYC എടുത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് 400-ലധികം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ്, വലിയൊരു ലൈസൻസ് ആണ് RCM നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ മഹത്വം, അതിന്റെ വലുപ്പം, ലോക നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ. TCG നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ലോക നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തരുന്നു. നിങ്ങൾക്ക് 100% ചങ്കുറപ്പോടുകൂടി ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ പറ്റി, ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി, ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ പറ്റി ഏതൊരാളുടെ മുമ്പിൽ നിന്നും ചങ്കുറപ്പോടുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. ഇന്ന് വരെ കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു RCM പ്രോഡക്റ്റ് പോലും മോശമാണെന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ ഉൽപ്പന്നങ്ങൾ. അപ്പൊ ലോക നിലവാരമുള്ള 400-ലധികം ഉൽപ്പന്നങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് തരുമ്പോ, നമ്മൾ ഹിന്ദുസ്ഥാൻ ലിവറോ മറ്റേത് കമ്പനി എടുത്താൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി പറയുന്നില്ല. അപ്പം TCG പറയുന്നത് മിനിമം ഒരു ഡയമണ്ട് ക്ലബ് എങ്കിലും എൻട്രി ഇല്ലാത്ത ഒരാള് ഒരു ഡയമണ്ട് ക്ലബോട് കൂടി ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഡയമണ്ട് ക്ലബ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പൂർണ്ണമായും RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ പൂർണ്ണമായിട്ടും RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമാണോ ലാഭമാണോ? ലാഭം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇന്ന് ഈ ഹാളിൽ വന്നിരിക്കുക എന്ന് പറയുന്നതിന് ഒരു സക്സസ് ആണ്. നിങ്ങൾ ഓരോരുത്തരും വിജയിക്കുക. കാരണം അത്രമേൽ ഗുണകരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വന്നത്. ഇന്നലെ വരെ ഞാനൊരു ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ മായങ്ങളും ഫ്ലൂറൈഡ്, ജെലാറ്റിൻ, ബോണാഷ്, നിക്കോട്ടിൻ അടക്കം ഇറങ്ങിയ ഒരു ടൂത്ത് പേസ്റ്റ് മിനിമം ഒരു 60 രൂപയ്ക്കെങ്കിലും ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങണം. ഒരു 100 ഗ്രാം പ്രൊഡക്റ്റ് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്ന് അടിവര ഇടാൻ പറയാം. ഫ്ലൂറൈഡ് ഉണ്ട്, ജെലാറ്റിൻ ഉണ്ട്, ബോണാഷ് ഉണ്ട്. എന്റെ ബാഗിൽ പത്ര കട്ടിങ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പേസ്റ്റ് എന്ന് പോലും പറയാതെ ആളുകൾ പറയുന്ന ബ്രാൻഡ് ടൂത്ത് പേസ്റ്റ് അടക്കം 9 സിഗരറ്റ് വലിച്ചാൽ കിട്ടുന്ന അത്രയും നിക്കോട്ടിൻ കിട്ടുന്നുണ്ട്. ഭീകരാവസ്ഥയാ. ഞാൻ കാണിച്ചു തരാം, വെറുതെ ഒരു കാര്യം പറഞ്ഞു പോവില്ല. അതായത് ഒരു പല്ലു മുളച്ച കുട്ടിക്ക് നിങ്ങൾ രാവിലെ ടൂത്ത് പേസ്റ്റ് എന്ന രൂപത്തിൽ അവന്റെ വായിലേക്ക് കൊടുക്കുന്നത് ക്യാൻസറിന്റെ വിത്ത് കൂടിയാണെന്നുള്ളത് ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല. വലിയ പ്രശ്നം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം RCM നമുക്ക് അഭിമാനത്തോടു കൂടി തരുന്നു നോൺ ഫ്ലൂറിഡേറ്റഡ് ഹെർബൽ വെജിറ്റേറിയൻ. ഒരു തരത്തിലുള്ള വാണിംഗും ഇല്ല, എഴുതി വെച്ചിട്ടില്ല. ആ ഒരു ടൂത്ത് പേസ്റ്റ് അതിന്റെ MRP എന്ന് പറയുന്നത് വെറും 44 രൂപ. അതായത് ഈ ഒരു ഉൽപ്പന്നം ഒരു MRPക്ക് വാങ്ങുന്ന വ്യക്തി അദ്ദേഹത്തിന് 125 രൂപ കൊടുത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്ന ടൂത്ത് പേസ്റ്റ് അടക്കം ഇന്ന് ഫ്ലൂറൈഡ് കലർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ എത്ര പണം കൊടുക്കാൻ തയ്യാറായാലും നല്ല പേസ്റ്റ് കിട്ടാനില്ല മാർക്കറ്റിൽ. ലോകത്തിൽ പല രാജ്യങ്ങളും നിരോധിച്ച ഫ്ലൂറൈഡ് ഒക്കെയാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിന് വരുന്നത്. ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ദന്തരോഗം പടർന്നു പന്തലിക്കുന്ന പത്രങ്ങളിലൊക്കെ വന്നു.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് 44 രൂപയ്ക്ക് MRP കിട്ടുന്ന ഈ ഒരു ഉൽപ്പന്നം RCM ഡയറക്ട് സെല്ലർക്ക് 37 രൂപയ്ക്ക് കിട്ടും. ലോക നിലവാരമുള്ള ഒരു ടൂത്ത് പേസ്റ്റ് പൊതു മാർക്കറ്റിനേക്കാൾ ഒരു 40% വിലക്കുറവ്. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഒന്ന് പല്ല് തയ്ക്കാൻ തയ്യാറായാൽ, നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ പല്ല് തയ്ക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ബാങ്കിൽ ഇന്ന് വരെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പല്ല് തയ്ച്ചിട്ട് ബാങ്ക് പൈസ വന്നോ? ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, RCMനകത്തുനിന്ന് നിങ്ങൾ പല്ല് തേച്ചാൽ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, 2 രൂപ 20 പൈസ ബാങ്കിൽ ഗ്യാരണ്ടി. എന്താ മോശം കാര്യം? ആരോഗ്യം കിട്ടി, വിലക്കുറവ് കിട്ടി, ഒന്ന് പല്ല് തേച്ചുകൊണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ പുണ്യ, വലിയ ഭാഗ്യം. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള, ആളുകൾക്ക് കൊടുക്കാനുള്ള. എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടി മാർക്കറ്റ് പേസ്റ്റ് ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, വായിൽ അത് പേര് വരും, അത്രയും പേരുകൾ അടിച്ച് ജനിച്ചെന്നോട്ട് നമ്മൾ പരസ്യം കണ്ട. അങ്ങനെയുള്ള ഒരു പേസ്റ്റ് ഉപയോഗിച്ച് ഫ്ലൂറൈഡും ജലാറ്റിനും നിക്കോട്ടിനും വായിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ ഞാൻ മാത്രം കാവിയോ പേസ്റ്റും കൊണ്ട് ഇങ്ങനെ പേസ്റ്റ് ഞാനും എന്റെ കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കുന്നില്ല. എന്താ അർത്ഥമുള്ളത്? അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് കൊടുക്കണം. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരു 2-3 കുടുംബങ്ങളിലേക്ക് കൂടെ കൊടുക്കാൻ തയ്യാറായാൽ ഡയമണ്ട് ക്ലബ് കംപ്ലീറ്റഡ്. ഒരു 2 ഫാമിലിക്ക് ഇതിനകത്ത് ഇഷ്ടം ഒരു ഉൽപ്പന്നമുണ്ട്. RCM ഡ്രസ് കോഡിൽ വന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? 100% RCMന്റെ ഡ്രസ് കോഡിൽ പാന്റ്, ഷർട്ട്, അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ആരുമില്ല. എത്ര ആള്? ഒന്ന് എണീറ്റുന്നേ. RCM ഡ്രസ് കോഡിൽ 100%. ഞാനാ ടീച്ചർ RCM സാരി, വെരി ഗുഡ്, നല്ലൊരു കൈ കൊടുത്തേ. അപ്പൊ ഇനി മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ വരെ ഞാൻ ഷർട്ട് വാങ്ങുകയെന്ന് പറഞ്ഞാൽ, കോട്ട് വാങ്ങുകയെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ കുറെ താരങ്ങൾക്ക്, മോഡലുകൾക്ക്, റീറ്റെയിൽ ഷോപ്പ്, ഹോൾസെയിൽ ഷോപ്പ്, 5-10 കച്ചവടക്കാർക്ക് വീതിച്ചു പോകണമായിരുന്നു. ഇന്ന് ഞാൻ ഷർട്ട് വാങ്ങുക, കോട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്റെ ബാങ്കിലേക്ക് കമ്മീഷൻ വരുന്ന പരിപാടിയാണ്. ഷർട്ട് ഇട്ടാൽ ബാങ്ക് പൈസ വരുന്നേ. അപ്പൊ നമുക്കത് ഇട്ടൂടെ? അപ്പൊ നമ്മൾ RCM ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, ഇനി ഞാൻ ഈ കമ്പനിയിൽ വന്ന സ്ഥിതിക്ക് 100% RCM പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ 100% നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ ഉപ്പ്, മുളക്, ചായപ്പൊടി, ഡ്രസ് ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ 5000 BV ചെയ്യേണ്ടി വരും. സിമ്പിളാ. ഇനിയിപ്പോ ചെറിയ പ്രയാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 ആൾക്കാർക്ക്, എന്റെ വീടിനടുത്തുള്ള എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു 2 ആൾക്കാർക്ക് പ്രോഡക്റ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരു 5000 BV എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. RCMൽ എങ്ങനെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് ഈ വർഷം 2019 ക്ലോസ് ചെയ്യുമ്പോഴേക്ക് ഇന്ന് ആദ്യമായിട്ട് ഹോളിൽ വന്നൊരു വ്യക്തിക്ക് എങ്ങനെ ഈ കൊല്ലം ക്ലിയർ ആകുമ്പോഴേക്ക് 1 ലക്ഷം രൂപ ഇൻകം കിട്ടും എന്നുള്ളത് നമ്മളെ പ്ലാൻ. വേണോ? എത്ര പേർക്ക് വേണോ? ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് ഇനി ഹോളിൽ വന്നൊരു വ്യക്തിക്ക് പോലും 2019 ക്ലോസ് ചെയ്യുമ്പോഴേക്ക് 1 ലക്ഷം രൂപ കിട്ടണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് വെറുതെ നമ്മൾ ഓരോരുത്തരും ലീഡേഴ്സ് ആണ്. നമ്മള് ഒരാളെങ്കിലും RCMൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് അയാളെ ലീഡർ ആരാ? ഒരാളെങ്കിലും പരിചയപ്പെടുത്തിയ ആൾക്കാരൊന്ന് കൈവന്നിച്ച്, ഒരാളെങ്കിലും എന്റെ ടീമിൽ ഒരാളെങ്കിലും ഉണ്ട്. അപ്പൊ ലീഡർമാരാന്ന് അവർ തിരിച്ചറിഞ്ഞില്ല ഇതുവരെ. വേറെ ആരോ ആണ് ഇതൊക്കെ നോക്കേണ്ടതെന്നുള്ള ഉത്തരവാദിത്തം. നമ്മളെല്ലാം ലീഡേഴ്സാ. അപ്പൊ ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡർ ഹൂ നോസ് ദ വേ, ഗോസ് ദ വേ, ഷോസ് ദ വേ ആൻഡ് ലീഡ്സ് ദ വേ. എന്താണ് ലീഡർ? ഹൂ നോസ് ദ വേ, ഗോസ് ദ വേ, ലീഡ്സ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ലീഡർ എന്ന് പറഞ്ഞാൽ വഴി അറിഞ്ഞ് വഴിയിലൂടെ പോയി വഴി കാണിച്ചു കൊടുത്ത് മുന്നിൽ നിന്ന് നടക്കണം. നീ അങ്ങ് പോയിക്കോ, എന്റെ വീട്ടില് ഹാർപ്പിക്കിന്റെ ടോയ്ലറ്റ് ക്ലീനറായി ഞാൻ വാങ്ങാനുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയായിട്ട് തന്നെ നമ്മൾ വരണം. അപ്പൊ നമ്മളെ പോസ്റ്റർ ക്ലിയർ ആയിരിക്കും. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു RCM ഡിസ്ട്രിബ്യൂട്ടർ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു പോസ്റ്റർ ബിൽഡിംഗ് എന്ന് പറയും. ഞാനൊരു 100% ഒരു RCM ഡിസ്ട്രിബ്യൂട്ടർ, RCMൽ ഒരു ഫ്രീഡം, RCMൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഫൈറ്റർ, ആർത്തിക് ആസാദിക അഭിയാൻ. എന്താ അതിന്റെ മലയാളം? സാമ്പത്തിക അല്ലെ? സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രസ്ഥാനം. അപ്പൊ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഒരു മുന്നണി പോരാളിയായിട്ട് വരുന്ന സമയത്ത്, ഞാനൊരു നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തം ഒന്ന് മാറണം. 1 ലക്ഷം രൂപ കിട്ടണം എന്ന് ചോദിച്ചപ്പോ എല്ലാരും കൈവന്നിച്ചു അല്ലേ? പക്ഷെ 1 ലക്ഷം രൂപ കിട്ടാൻ പോകുന്നതിലേക്ക് ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ 100% നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, നമ്മളെ ഡ്രസ് കോഡിൽ ചേഞ്ചുകൾ വരുത്തുക. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ നല്ലൊരു സെയിൽസ് കൂടി, ഇതിനകത്ത് ഒരു എന്താ പറയാ, സെയിൽസിന്റെ കൂടി ബിസിനസ് ആണ് RCM. അങ്ങനെ സെയിൽസ് മേഖലയിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത്
ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ചില ടാർഗറ്റുകൾ ഇതിൽ എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പേഴ്സണൽ ആയിട്ടുള്ള ചില ടാർഗറ്റുകൾ ഞാൻ എടുക്കണം. ഞാൻ ഇന്ന കാര്യം, എനിക്ക് വലിയൊരു സ്വപ്നം, എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഞാനൊരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ടാർഗറ്റ് എനിക്ക് ഉണ്ടാവണം. എങ്ങനെയെങ്കിലും ഞാൻ ഇതിൽ സക്സസ് ആവില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ടാർഗറ്റ് എടുക്കുന്ന സമയത്ത് ഒരു RCMൽ വിജയിക്കണം എന്നുള്ള മിനിമം ക്വാളിഫിക്കേഷൻ, ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ. എത്ര പേരുണ്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആൾക്കാർ? ബാക്കി നമ്മൾ മിനിമം എന്താവണം? ഒരു ഡയമണ്ട് ക്ലബ്ബ് ആവണം. ഒരു ഡയമണ്ട് ക്ലബ്ബോട് കൂടി നമ്മൾ ഇതിനകത്ത് ഈ കടന്നു വരിക എന്നുള്ള ലക്ഷക്കണക്കിന് രൂപ ഏൺ ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വരുമ്പോൾ ഞാൻ മിനിമം ഒരു ഡയമണ്ട് ക്ലബ്ബ് എൻട്രി ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. വെറുതെ ഫോട്ടോയും ID പ്രൂഫും വാങ്ങി ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് RCMനെ കുറ്റം പറയിപ്പിക്കാൻ നമ്മൾ തയ്യാറാവരുത്. ഞാൻ അതിൽ വന്നിട്ടുണ്ട്, ഞാനൊരു സാധനം വാങ്ങുന്നില്ല, എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഇതിന്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധ്യതയുള്ള ആളുകളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ ഡയമണ്ട് ക്ലബ്ബ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഡയമണ്ട് ക്ലബിനോടൊപ്പം നമ്മൾ RCMന്റെ ഓപ്പർച്യൂണിറ്റി, RCMന്റെ അവസരം കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ പ്രസന്റേഷനിലൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ RCM ഇന്ത്യയിൽ ആകമാനം അഡോപ്റ്റ് ചെയ്യുന്ന ഇതിനകത്ത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തിന് വരുമാനം കിട്ടും, എന്തൊക്കെയാണ് ഇതിന്റെ ഏത് രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഇൻകം എയിം ചെയ്യാന്നുള്ള ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട്. ഇവിടെ പ്ലാൻ മനസ്സിലായ എല്ലാവർക്കും പ്ലാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് അടുത്ത് പ്ലാൻ കേട്ട ആളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ RCM എത്ര രൂപ ഏൺ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ആവശ്യം? പല ആവശ്യങ്ങളുണ്ടാവും ആൾക്കാർക്ക്. ചില ആൾക്കാർ നമ്മളെ പ്ലാനൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് നല്ലൊരു ആരോഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു ഉൽപ്പന്നം വാങ്ങാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത്, ഞാൻ ഇന്ന് മൊത്തം നോക്കുന്ന സമയത്ത് ഒരു 80% RCMൽ വന്നിരിക്കുന്ന ആളുകളും അവര് യൂസേഴ്സ്, എന്താ പറയാ, പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രം. ഒരു 80%. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബസാറിൽ ഞാൻ വളരെ ആദൃശ്യമായിട്ട് ഒരു 5-6 മാസം മുമ്പ് ഇങ്ങനെ വന്ന സമയത്ത് ഒരു വ്യക്തി നല്ല അദ്ദേഹത്തിനെ കണ്ട സമയത്ത് എനിക്ക് തോന്നി നന്നായിട്ട് ഈ നെറ്റ്വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു ലീഡറാണ്. അദ്ദേഹം നന്നായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയുണ്ട്, ടീം വർക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാണോ? അപ്പൊ അയാൾ പറഞ്ഞു, എന്ത് ടീം വർക്ക്, ഞാൻ എന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ 3-5 കൊല്ലമായിട്ട് ഇഷ്ടം പോലെ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ, അതിന്റെ ഡിസ്കൗണ്ട് എനിക്ക് കിട്ടുന്നു, ഇവിടുത്തെ ഡിസ്കൗണ്ട് കിട്ടുന്നു, ബാങ്കിൽ കമ്മീഷൻ കിട്ടുന്നു, അപ്പൊ പേസ്റ്റും ഉപ്പും മുളകും സോപ്പും ആട്ടയെല്ലാം നല്ലത് കിട്ടുന്നു, പ്ലസ് വരുമാനം കിട്ടുന്നു. വേറെ മാർക്കറ്റിൽ പോയി എനിക്ക് ഇത് കിട്ടുമോ? അതുകൊണ്ട് 80% ആളുകൾ RCMൽ വന്നിരിക്കുന്ന ആളുകൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ. പിന്നീട് ഒരു 20% ആളുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, എന്താ പറയാ, വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയാം. ഒരു 20% ആളുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ RCM ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് ഒരാൾ പറയുമ്പോൾ തന്നെ ഇവൻ ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന ആളാണ്, ഭയങ്കര വരുമാനക്കാരാണെന്ന് വിചാരിക്കേണ്ടത്. 80% ആൾക്കാർ ആരാ? ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വന്ന ആളുകളാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, RCMനകത്ത് മറ്റ് ഇന്ത്യയിലെ ഏത് നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാലും RCMനകത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിലൊരാൾ വലിയ സക്സസിലേക്കോ വലിയ വിജയത്തിലേക്കോ വലിയ പിൻലെവലിലേക്കോ ഒന്നും പോയില്ലെങ്കിലും ഇതിനകത്ത് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ലെവലിൽ എല്ലാവരും എല്ലാ കാലത്തും ഉണ്ടാവും. അവർ മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒരാൾ RCM പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നൊരു കാര്യം, നിങ്ങൾ 10% RCM പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുക, 90% എന്ത് സംസാരിക്കും? പ്രൊഡക്റ്റ് സംസാരിക്കും. 90% പ്രൊഡക്റ്റ് സംസാരിക്കും. ഓരോ ഉൽപ്പന്നമാണ്. എനിക്ക് അതിലേക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഈ 80% ആളുകളും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ RCM ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന TC ചബ്രാജി, നമ്മളായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. RCMന്റെ MD TC ചബ്രാജി, അദ്ദേഹം പറയുന്നത് 50% ഈ മാനുഫാക്ചറർ എന്ന നിലയിൽ ഞാൻ എടുക്കും, 50% ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഫാക്ടറി നമ്മൾ ഉണ്ടാക്കിയോ? ഇന്ത്യയിൽ ഗോഡൌണുകൾ ഉണ്ടാക്കിയോ? ഇന്ത്യയിൽ RCM 29 സംസ്ഥാനങ്ങളിലും സ്വന്തം സ്ഥലം വാങ്ങി അവിടെ ഗോഡൌൺ ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് RCM ആണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. 29 സംസ്ഥാനത്തും സ്വന്തം സ്ഥലമുണ്ട് നമുക്ക്. കോഴിക്കോട് നമുക്ക് സ്ഥലമുണ്ട്, ചെങ്ങന്നൂരിന്റെ കമ്പനിയുടെ പേരിൽ സ്ഥലമുണ്ട്. അങ്ങനെ 29 സംസ്ഥാനത്തും സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കി കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉറച്ചു നിന്ന് ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ നാട്ടിലെ പല നെറ്റ്വർക്ക് കമ്പനികളും അതർ MLM ഇവിടെ ഉണ്ട്. അങ്ങനത്തെ കമ്പനികളൊക്കെ വാടക കെട്ടിടത്തിൽ 4 ആൾ ഇരുന്നാൽ കമ്പനി ഉണ്ടാവും, സ്വന്തമായിട്ട് ഓഫീസില്ല. ബിൽവാരേരി കമ്പനിയുടെ ഹെഡ് ഓഫീസ് വിസിറ്റ് ചെയ്ത ആളുകൾക്ക് അറിയാം, ഏതാണ്ട് 550 ഏക്കർ അധികം സ്ഥലത്ത് ഇതിന്റെ വ്യവസായ ഫാക്ടറികളും ഹെഡ് ഓഫീസും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഫാക്ടറിയുള്ള ഇത്രയധികം കെട്ടുറപ്പുള്ള ഒരു കമ്പനി 1977 സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിലെ ടോപ്പ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒരു 10 കമ്പനികൾ ഒന്ന് 77 തന്നെ ആയ കമ്പനി.
2000-ൽ ഡയറക്ട് സെല്ലിംഗിൽ വന്നിട്ട് ഇന്ന് 18ാം വാർഷികം വിജയകരമായി ആഘോഷിച്ച ഈ 18 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് കമ്പനികൾ വന്നു, അടച്ചുപൂട്ടിപ്പോയി. എന്നാലും ഏറ്റവും എന്താ പറയാ നട്ടലുറപ്പോടുകൂടി ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അധികാരികളെ പഠിപ്പിക്കാൻ ഇന്നുള്ള MLM യൂണിയൻ ആയാലും എല്ലാ പ്രവർത്തനങ്ങളെ സഹായിച്ച പ്രോഡക്റ്റ് RCM മാത്രമാണ്. MLM എന്താണെന്ന് ഇവിടുത്തെ ഭരണകൂടത്തെ പഠിപ്പിക്കാൻ യോജിച്ച ഉൽപ്പന്നം. അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അത്തരത്തിലുള്ള ഒരു കമ്പനി 50% വരുമാനം ഒരു ഇതിന്റെ പ്രവർത്തകർ കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻവെസ്റ്റ്മെന്റും കമ്പനി നടത്തിയ ആ 50% കൈവെക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ 80% ആളുകൾ അവരുടെ ഉൽപ്പന്നം വാങ്ങുന്നു, അവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 20% വരുമാനം മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. മൊത്തം RCM കൊടുക്കുന്ന വരുമാനത്തിന്റെ 20% മാത്രമാണ് ഈ 80% ഉപഭോക്താക്കൾ കിട്ടുന്നുള്ളൂ. ഉപഭോക്താക്കൾ മാത്രമല്ല, പക്ഷേ RCMന്റെ ഇൻകത്തിന്റെ 80% ഏൺ ചെയ്യുന്ന ബാക്കി വരുന്ന 20%ലേക്കാണ്. ആ ഒരു കാറ്റഗറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയാണ് ഇന്ന് കിങ് ഫോർട്ട് എന്ന് പറയുന്ന കോഴിക്കോട് ഈ നല്ലൊരു ഹാളിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഒരു ഉപഭോക്താവാൻ വേണ്ടി ഇങ്ങോട്ട് ആരെങ്കിലും വിളിക്കണോ? നിങ്ങൾ വിട്ട് സാധനം കൊണ്ടുതരിക, നിങ്ങളെ ഷോപ്പിൽ ഇന്ന സ്ഥലത്ത് ഷോപ്പിൽ പോയി വാങ്ങിക്കോ. അപ്പൊ നമ്മള് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വരുമാനം ഏൺ ചെയ്യുന്ന ആളുകളായിട്ട്, ലീഡേഴ്സ് ആയിട്ട്, വലിയ ലെവലിലേക്ക് സ്വപ്നങ്ങളുള്ള ആഗ്രഹമുള്ള ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവന് ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങളെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. വെറുതെ വിളിച്ചല്ല. വെറുതെ വിളിക്കുകയാണെങ്കിൽ ഒരു സ്റ്റേഡിയം നിറച്ച ആളുകളെ നമുക്ക് വിളിച്ചു കയറ്റാം. അപ്പൊ ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളിൽ എന്തോ കഴിവുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് നിങ്ങളെ ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ RCMന്റെ ഒരു 20% കാറ്റഗറിയിലേക്ക് വരാനും അതിൽ നിന്നും 20% ഇതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന പ്രധാനപ്പെട്ട ക്രീം കോർ ആയിട്ട് മാറാൻ നമുക്ക് പറ്റണം. അതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ലെവലിലേക്ക് RCM വളരുന്നതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ RCM ബിസിനസ് വളരുന്നതോടൊപ്പം തന്നെ അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അങ്ങനെ പോകണമെങ്കിൽ സാധാരണ നോർമൽ ലെവലിൽ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ഇനി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഈ ഒരു നല്ല ലെവലിലേക്ക് ഈ വർഷം ക്ലോസ് ചെയ്യുമ്പോഴേക്ക് നല്ലൊരു ഇൻകം ലെവലിലേക്ക്, ഒരു മിനിമം ഒരു എമറാൾഡ് ലെവലിലേക്ക് എങ്കിലും ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. റെഡിയാണോ? അങ്ങനെ റെഡിയാണെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം, നോട്ട് ചെയ്യണം, പഠിക്കണം, ജീവിതത്തിൽ പ്രായോഗിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നമുക്ക് ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയല്ല നമ്മൾ ഇതിൽ വന്നിരിക്കുന്നത്. ആക്റ്റീവ് ഇൻകം ഉണ്ട്. നമ്മൾ സാധനം വിറ്റാൽ പൈസ കിട്ടും, ആ ഒരു വരുമാനം ഇതുണ്ട്. നമ്മളെ ഈ ബിസിനസ്സിനകത്തേക്ക് നമ്മളെ ഓരോ വ്യക്തിയും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും പാസീവ് ഇൻകാണ്. എന്ത് ഇൻകാണ്? പാസീവ്. ഞാൻ ഒരു സമയത്ത് പ്രവർത്തിക്കുന്നു, ഞാനൊരു കുറച്ചു കാലം RCMൽ പ്രവർത്തിക്കുന്നു, ഞാനൊരു 6 മാസം പ്രവർത്തിക്കുന്നു, ഞാനൊരു 1 വർഷം പ്രവർത്തിക്കുന്നു, ഞാനൊരു 5 വർഷത്തെ പ്ലാനോടുകൂടി RCMൽ പ്രവർത്തിക്കുന്നു. വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനകത്ത് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളോട് ഞാൻ പറയുന്നത്, ഒരു 5 വർഷം നിങ്ങൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കണം. ഇന്ന് ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ എടുത്തോ. MA യൂസഫ് അലി ഇന്ന് ഇന്ത്യയിലും ഗൾഫിലും ലോകരാജ്യങ്ങളിലൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ നല്ല സമയം, രവി പിള്ള, കൊച്ചൗസേപ്പ്, ചിറ്റിലപ്പള്ളി, ഇവരൊക്കെ നിങ്ങൾ എപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്? MA യൂസഫ് അലി ഗൾഫിലൊക്കെ പോയി കച്ചവടമൊക്കെ തുടങ്ങിയ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? കൊച്ചൈസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന വീഗാർഡിന്റെ ഉടമ ആദ്യത്തെ പമ്പ് ഒരു കടയിൽ കൊണ്ടുവച്ചിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് വിൽക്കുവോ വിൽക്കില്ല എന്ന് കാത്തിരുന്ന കൊച്ചൈസേപ്പിനെ നിങ്ങൾക്ക് അറിയോ? സക്സസ്ഫുൾ ആയിട്ടുള്ള കൊച്ചൗസേപ്പിനെ പറ്റി ആര് കേട്ടിരിക്കുന്നത്? നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഏത് മേഖലയിലും സക്സസ്ഫുൾ ആയ വ്യക്തികളെ മാത്രമാണ് സമൂഹം എന്താവുന്നത് അറിയുന്നുള്ളൂ. അപ്പൊ ആ സക്സസിന്റെ മേഖല, അതുകൊണ്ട് RCM ബിസിനസ്സിൽ 2-3 കൊല്ലം പ്രവർത്തിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ആളുകൾ, ഒരു മാസം 1 ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന ലെവലിൽ RCMൽ പ്രവർത്തിച്ച് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത ആളുകളുടെ കുടുംബത്തിൽ വരെ ഇന്ന് 5 ലക്ഷത്തിന് മുകളിൽ കിട്ടുന്നുണ്ട്. അവരില്ല ഇവിടെ, അവര് ഭൂമിയിൽ വിട്ടുപോയി. സതീഷ് ജി പണ്ഡിറ്റ് എന്താ കൈയടിക്കാൻ ഒരു മടി എന്ന് വിചാരിച്ച് നിങ്ങൾ മരിച്ചു പോകണമെന്നല്ല പറഞ്ഞത്. അർത്ഥം ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് കിട്ടും. നമുക്കിവിടെ ജീവിച്ചുകൊണ്ട് തന്നെ ഇതൊരു ആസ്വദിക്കാം. മരിച്ചു പോയവർക്ക് പരിപാടി ഇൻഷുറൻസ് പരിപാടിയല്ല. അപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലൈഫായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് പാസീവ് ഇൻകം നമുക്ക് ഏൺ ചെയ്യണം. പാസീവ് ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മല മറച്ചുകൊണ്ട് കാര്യമില്ല. അംബാനി സമ്പത്ത്. അപ്പൊ ലോകത്തിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കിയ ആളുകൾ മുഴുവൻ
അവർക്ക് ഇഷ്ടം പോലെ നമ്പർ ഓഫ് വർക്കിംഗ് പീപ്പിൾ ഉണ്ട്. നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് വർക്കിംഗ് പീപ്പിൾ ഉണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ട് എന്നാ ചോദ്യം. അംബാനിക്കുള്ള പോലെ, ടാറ്റയ്ക്കുള്ള പോലെ, ബിർളയ്ക്കുള്ള പോലെ, ഈ രാജ്യത്തെ വലിയ സമ്പന്നതയിലെത്തിയ ആളുകൾക്കുള്ള പോലെ ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ടോ? ഒരു ശക്തമായ നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഇനി വരുന്ന ഈ 2020-കളിലൊക്കെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട, ഏറ്റവും വലിയ നെറ്റ്വർക്കർ ആയിരിക്കും. അതാവാനാണ് RCM ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമ്മൾ ഏറ്റവും വലിയ നെറ്റ്വർക്കർ ആവുക, ഏറ്റവും വലിയ ലീഡർഷിപ്പ് ആയിട്ട് മാറുക. ആയിരക്കണക്കിന് ആളുകളെ നയിക്കുന്ന ആളായിട്ട്, ആയിരക്കണക്കിന് ആളുകളുള്ള ടീമിന്റെ ലീഡറായിട്ട് മാറുക എന്നുള്ള ഒരു കറേജോടുകൂടി, ഒരു വിൽ പവറോടുകൂടി, ഒരു തീരുമാനത്തോടുകൂടി, വലിയൊരു ലക്ഷ്യത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ നാളെയുള്ള സമ്പത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ മാറി മറിയും. ട്രഡീഷണൽ ബിസിനസ്സിൽ ഇനി വലിയ ഗ്രോത്ത് ഒന്നും വരാൻ പോകുന്നില്ല. അതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിക്കകത്താണ്. അവിടെ വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ടീം ഉണ്ടാക്കണം. നല്ലൊരു ടീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. വി ആർ നോട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ്, വി ആർ ബൈയിങ് പീപ്പിൾ എന്നാ പറയുക. നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും, ഇത് വിൽക്കുക. നമ്മൾ ഉൽപ്പന്നം വിൽക്കുകയല്ല, ആളുകൾ എന്ത് ചെയ്യാണ്? വാങ്ങുകയാണ്. നിങ്ങൾ തൽക്കാലത്തേക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി കൃഷി ചെയ്യാം. ഒരു വർഷത്തെ ടാർഗറ്റ് പച്ചക്കറി കൃഷി ചെയ്താൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് മാക്സിമം വിളവെടുക്കാം. നിങ്ങളൊരു ആയുസ് മുഴുവൻ നിങ്ങൾക്ക് വിളവ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാം. മാവ് വെക്കാം, തെങ്ങ് വെക്കാം, അല്ലെ? ഒരാഴ്ച മുഴുവൻ കിട്ടൂലേ കുറച്ച്. പക്ഷെ നിങ്ങൾക്ക് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കിട്ടണമെങ്കിൽ മനുഷ്യന്റെ തലച്ചോറിൽ കൃഷി ചെയ്യണം. അതാണ് RCMലൂടെ നമ്മൾ ചെയ്യുന്നത്. ബ്രെയിനിലാണ് നമ്മൾ കൃഷി. അപ്പൊ ആ ലെവലിൽ നമുക്ക് മാറണമെങ്കിൽ നമ്മൾ നല്ലൊരു ടീം ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അങ്ങനെയാണ് പാസീവ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് പാസീവ് ഇൻകം? അതായത് ഞാൻ അധ്വാനിക്കുന്നു, ഇന്ന് ഞാൻ എന്റെ സമയം, എന്റെ ആയുസ്, എന്റെ പ്രവൃത്തി ഞാൻ എടുക്കുന്നു. എനിക്ക് പറ്റാത്തൊരു സമയം, ഞാനൊന്ന് ടയേർഡ് ആവുന്ന സമയം, വീട്ടിൽ വിശ്രമിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എനിക്ക് വരുമാനം കിട്ടണമെങ്കിൽ പാസീവ് ഇൻകം ഉള്ള കാര്യം ചെയ്തിരിക്കണം. നിങ്ങൾ എത്ര സ്മാർട്ടായി ആളായിട്ടും കുഴപ്പമില്ല. നിങ്ങൾ നല്ല ഡോക്ടർ ആയിക്കോട്ടെ, നിങ്ങൾ സർജൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ കോടതികളെ കിടിലം കൊള്ളിക്കുന്ന വക്കീലായിക്കോട്ടെ, പക്ഷേ കോടതിയിൽ പോയി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവില്ല? പൈസ ഉണ്ടാവില്ല. എത്ര സ്മാർട്ട്. നിങ്ങളെ ഭാര്യയ്ക്ക് പോയി വാദിക്കാൻ പറ്റുമോ? ഇല്ല. അത് ആക്റ്റീവ് ഇൻകം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി RCM ഏത് സാധാരണക്കാരനും. നിങ്ങളെ കഴിവ് പ്രശ്നമല്ല, നിങ്ങൾ എത്ര പഠിച്ചു എന്ന് ഇവിടെ ചോദിക്കുന്നില്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾ ഒരു ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു സ്വപ്നത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ടീം നിങ്ങളെ ഈ വർഷം വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും, സക്സസ്ഫുൾ ആക്കും. അതിനുള്ള കൂട്ടായ്മയിലുള്ള വിജയം. ഇതൊരു ടീം പ്ലെയർ. പല പല കഴിവുള്ള ആളുകളുണ്ടാവും. ആ ടീമിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ എല്ലാവരും സക്സസ് ആകാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാസീവ് ഇൻകത്തിലേക്ക് പോകണം. പാസീവ് ഇൻകത്തിലൂടെയുള്ള അതിന്റെ ഫലങ്ങൾ നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. ലോകത്തിലെ എല്ലാ മേഖലയിലും നെറ്റ്വർക്ക് ഇന്ന് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നെറ്റ്വർക്ക്. എന്ത് നെറ്റ്വർക്കാണ് വേണ്ടത്? ക്വാളിറ്റി. ഒരു ക്വാളിറ്റി നെറ്റ്വർക്ക്, ക്വാളിറ്റി ടീം. ഒരു ക്വാളിറ്റി ടീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ ആയിരക്കണക്കിന് ആളുണ്ടോ എന്നുള്ള ചോദ്യമല്ല, നമ്പർ ഗെയിം കഴിഞ്ഞു. ഇപ്പൊ USA നെറ്റ്വർക്കിൽ ഇത്രയും പാരമ്പര്യമുള്ള USA ഇപ്പൊ ഒരു നിയമത്തിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. ലോകത്തിലെ വലിയ നെറ്റ്വർക്കുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഇതിന്റെ ഇല്ലീഗൽ പിരമിഡ് പല കമ്പനികളും എല്ലാ രാജ്യത്തും വരുന്നത്. അവിടെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കർ ആണെങ്കിൽ അദ്ദേഹം മിനിമം ഒരു 10 റീറ്റെയിലറുടെ ലിസ്റ്റ് വേണം. സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോവാ. TCG ഒരു വർഷം മുമ്പ് ഡയമണ്ട് ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, ക്രൗൺ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് പല ആളുകൾക്കും ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ ആളുകളൊക്കെ ഉണ്ടാക്കി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വന്നത്, നമ്മളോട് വിൽക്കാൻ പറയുന്നുണ്ട് അല്ലേ? ഇത് മോശം പരിപാടി. നമ്മൾ വെറുതെ ഇങ്ങനെ നേതാവായിട്ട് നിൽക്കാൻ വന്ന ആൾക്കാരല്ലേ, എന്നോട് എന്തിനാ വിൽക്കാൻ പറയുന്നത്? ഇപ്പൊ TCG പറഞ്ഞാൽ ഞാൻ 3 ലക്ഷത്തിന്റെ സെയിൽ ചെയ്യുന്നുണ്ട്. ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാറിനോട് പറഞ്ഞു നിങ്ങൾ ചെയ്യണം, 20 ദിവസം ഫ്ലൈറ്റിൽ കൂടെ അങ്ങോട്ട് ഇന്ത്യയിൽ മുഴുവൻ റൺ ചെയ്യാന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ പണിയില്ല, എല്ലാ സംസ്ഥാനത്തും പോവുക, ക്ലാസ് എടുക്കുക, വരിക, 10 ദിവസം യാത്ര. അദ്ദേഹത്തിനോടും പറഞ്ഞു 50,000 രൂപയുടെ മിനിമം സെയിൽ കംപ്ലീറ്റ് ചെയ്യണം. അദ്ദേഹം ചെയ്യുന്നു.
നമ്മളോടൊക്കെ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നു. അപ്പോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിങ്ങിന്റെ വലിയ രാജ്യമായിട്ടുള്ള USA ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ വരെ നിങ്ങൾക്ക് മിനിമം ഒരു 10 റീറ്റെയിലറിലെങ്കിലും ലിസ്റ്റ്, അതായത് ആളെ എണ്ണം കൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല എന്ത്, സെയിൽസ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഒരു ക്വാളിറ്റി നെറ്റ്വർക്ക്, ക്വാളിറ്റി ടീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു സെയിൽസ്മാൻ ആയിരിക്കണം, എന്റെ ടീമിൽ വരുന്ന ആളുകൾ എന്തായിരിക്കണം, മിനിമം സെയിൽസ് ടാർഗറ്റ് എടുക്കണം. അങ്ങനെ മിനിമം സെയിൽസ് ടാർഗറ്റ് എടുത്താൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ ടീം ഉണ്ടാക്കുക എന്നുള്ള വലിയ അജണ്ടയിലേക്ക് നമുക്ക് സാമ്പത്തിക ശക്തി ഉണ്ടാവണമെങ്കിൽ ടീം ഉണ്ടാക്കണം. എന്റെ കൂടെ ഞാനൊരു വ്യക്തി മാത്രമാണ്. ഞാൻ ഇന്ന് 10 മണിക്കൂർ പണിയെടുത്തു, എനിക്ക് അതിനുള്ള ഇൻകം കിട്ടും. 10 മണിക്കൂറാണ് എന്റെ വർക്കിംഗ് അവർ, ഞാൻ മാക്സിമം അധ്വാനിച്ചു. പക്ഷെ എന്റെ കൂടെ 10 പേരുണ്ട്, അവരും 10 മണിക്കൂർ പണിയെടുത്തു. എന്റെ വർക്കിംഗ് ഹവർ എത്രയാ? ഇവിടെ 10 ഹവേഴ്സ്. ഇവിടെ എത്രയായിരിക്കും വർക്കിംഗ് ഹവർ? 100 ഹവേഴ്സ് ആയിട്ട് മാറും. ഇതാണ് ഇതിന്റെ മാജിക്. 100 മണിക്കൂറിന്റെ റിസൾട്ടാണ് നമുക്ക് ഒരു ദിവസം കിട്ടുക. ഞാൻ ഒറ്റയ്ക്ക് എത്ര സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താലും 10 മണിക്കൂറിന്റെ റിസൾട്ട്. പക്ഷെ എന്റെ കൂടെ 10 ആളുണ്ടെങ്കിലോ ആ 10 ആളുടെ വർക്കിംഗ് ഹവറിന്റെ റിസൾട്ട് കൂടി കിട്ടും. അപ്പൊ ഒരു ടീം ലീഡറായി മാറുക, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആളുകളോട് എങ്ങനെ പറയാന്നൊക്കെ ഇപ്പൊ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ആൾക്കാരോട് പറയുന്നത്, ആൾക്കാരോട് പറയാത്ത ചിലവ്. കാലിത്തീറ്റൊക്കെ കച്ചവടം ചെയ്തോട്ടെ, എന്താ കാലിത്തീറ്റ കോഴിത്തീറ്റ ആരോടാ പറയണ്ടത്? കാലിത്തീറ്റ കോഴിത്തീറ്റ ഒക്കെ വെക്കുകയാണെങ്കിൽ ആരോട് പറഞ്ഞാൽ മതി? അതിന്റെ ഉപഭോക്താക്കൾ ആരാ? കോഴീനും കാലീനും ഒക്കെ അതും ആകണമെങ്കിൽ ആരോട് പറയണോ? അപ്പൊ ആൾക്കാരോട് സംസാരിക്കാതെ, ആൾക്കാരോട് പറയാത്തൊരു കച്ചവടം ലോകത്തുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നേരാ, അപ്പൊ നമ്മള് നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു പാസീവ് ഇൻകത്തോട് കൂടി പോകാൻ പറ്റുന്ന ഒരു ടീം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ടീം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ട സാധനം, നിങ്ങൾ ഇന്ന് RCMന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്ന ഒരാളാണെങ്കിലും 10 വർഷം കഴിഞ്ഞൊരു ക്ലാസ്സിൽ വന്നാലും നിങ്ങളോട് പറയുന്ന 100% ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്ന കാര്യം എന്തായിരിക്കും? ലിസ്റ്റ്. ആ ലിസ്റ്റ് വേണം. നമുക്ക് എത്ര പേർക്കുണ്ട് ലിസ്റ്റ്? പ്രോസ്പെക്ട്സിന്റെ ലിസ്റ്റ് വളരെ കുറവ്. ഈ കൊല്ലം 1 ലക്ഷത്തിലേക്ക് എങ്ങനെ ഞാൻ എത്തിക്കും നിങ്ങളെ? അപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ലിസ്റ്റ് ഉണ്ടാവണം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ റോ മെറ്റീരിയലാ ലിസ്റ്റ്. നമ്മളെ ആളുകളെ വാങ്ങാൻ പോവല്ലേ? അപ്പൊ വാങ്ങാൻ പോകുന്ന സാധനം ആരാ? ആളല്ലേ? അപ്പൊ അതിന്റെ എന്ത് വേണം? ലിസ്റ്റ് വേണം. മിനിമം ഇതിനകത്ത് നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ ഒരു 200 ആളെങ്കിലും ലിസ്റ്റ് നിങ്ങൾക്ക് വേണം. ലിസ്റ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ എണീറ്റ പല്ല് കഴിക്കുന്ന ആള്, ചായ കുടിക്കുന്ന ആള്, ഡ്രസ്സ് ഇടുന്ന ആൾക്കാരെ ലിസ്റ്റ് മാത്രം മതി നമുക്ക്. അങ്ങനെയുള്ളവരല്ലേ പരിചയമുള്ളത്? ഇപ്പൊ ചില ആൾക്കാരോട് ഞാൻ ചോദിക്കും, പറയൂ 200 ആളെ ലിസ്റ്റോ? കുടിച്ചാലും പല്ല് വെച്ചാലും കറിയിൽ ഉപ്പിട്ടാലൊക്കെ പൈസ കിട്ടുന്ന പരിപാടിയല്ലേ? എല്ലാവരോടും പറയാ, ഒരൊറ്റ ആളെ മിസ്സാക്കണ്ട. കൃത്യമായി നമുക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവന് വരുമാനം ഉണ്ടാക്കണം, അവന് രക്ഷപ്പെടണം. നമ്മൾ കുറെ ഡയമണ്ടുകൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു 200 ആളുടെങ്കിലും ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ഷോ ദ പ്ലാൻ ആണ്. ഷോ ദ പ്ലാൻ, സേ ദ പ്ലാൻ അല്ല. സേ ദ പ്ലാൻ അല്ല, ഷോ ദ പ്ലാൻ ആണ്. RCMന്റെ അവസരം നിങ്ങൾ നല്ല ലെവലിൽ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരാളോട് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് നല്ലൊരു പരിപാടി ഉണ്ടെന്നൊന്നും പറയേണ്ട പരിപാടിയില്ല. അവന്റെ പ്രധാനപ്പെട്ട സമയം അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഷെയർ ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല ഇതുപോലത്തെ നല്ല ഹാളുകളിലേക്കൊക്കെ വിളിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. വീട്ടിലേക്ക് ഒരു ഹോം മീറ്റിംഗ് വിളിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, ഞാൻ കോഴിക്കോടാണ് ഹോം മീറ്റിംഗ് നടത്തുന്നത്, അവൻ എങ്ങനെയാ വിളിക്കാന്ന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടി നേഴ്സിംഗിനും പറ്റേനും ബാംഗ്ലൂരിലൊക്കെ 5-10 കൊല്ലം പോയി പഠിച്ചിട്ട് ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുക ബേസിക് സാലറിക്കും, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ എന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗിന് എനിക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു പ്രോസ്പെക്ടിനെ വിളിച്ചുകൂടാ? ഒരു മടിയും വേണ്ട. നിങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും വലിയ ഗ്രോത്ത് ഉള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും അവന്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ വിളിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളെ താഴെ അവനായി പോകുന്നു വിചാരിക്കണ്ട. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച ആള് അയാൾക്ക് മാത്രം കാര്യം കിട്ടുന്ന അയാൾ എന്നും വലിയ ആളല്ല. ആർക്കാണോ കൂടുതൽ നല്ല ലെവലിൽ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിച്ച ആളാൽ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. എന്നെ RCMൽ സ്പോൺസർ ചെയ്ത വ്യക്തി
ഞാനിന്ന് ദൈവത്തെ പോലെ ഏറ്റവും വലിയൊരു ഗുരുവായിട്ട് ആരാധിക്കുന്ന പത്തനംതിട്ടുള്ള സന്തോഷ് സാറ് ഈ ബിസിനസ്സിൽ സ്റ്റാർ പേള, ഞാൻ എമറാൾഡാ. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തെക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ പോകാൻ ആർക്ക് പറ്റി? എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം ആര് വന്നു എന്നുള്ളതല്ല, ഇന്ന് നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്ക് വേണം ഉന്നത. ആരാണ് സ്മാർട്ടായിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ടീം ബിൽഡ് ചെയ്യുന്നത്, അവർക്ക് അച്ചീവ് ചെയ്യാം. ആദ്യം വന്ന ആള് ഡയമണ്ട് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെ വിളിക്കുമ്പോഴും ഇവൻ എന്റെ താഴെ ചെറിയൊരാളാവാൻ വേണ്ടിയല്ല, എന്നേക്കാൾ വലിയ ആളാവാൻ വേണ്ടിയാണ് ആര് ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നു RCM 14 വർഷമായി കേരളത്തിൽ ഇതിനകത്ത് ശരിക്കും ഡയമണ്ട് ആവാൻ പറ്റുന്ന ആളുകൾ ഇപ്പോഴും പ്ലാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? ശരിക്കും ബിസിനസ് ഏറ്റെടുത്ത് പറപ്പിക്കാൻ പറ്റുന്ന ആളുകൾ പുറത്താണ്. അവരിലേക്ക് ഓപ്പർച്യൂണിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ദൗത്യം? നമ്മളെ ദൗത്യം. നമ്മൾ എത്തിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാർ മറ്റു പലതും എത്തിക്കും കേട്ടോ, അല്ലേ? ഡയറക്ട് സെല്ലിങ്ങിന്റെ പേര് പറഞ്ഞ് ഇവിടെ ചൂഷണം നടക്കുന്നില്ലേ? പരസ്യമില്ല, ഇടത്തട്ടുകാരില്ല, നേരായ വിപണനാണ്. 100 ഗ്രാം കോൾഗേറ്റ് നിങ്ങൾക്ക് കടയിൽ കിട്ടും. ഇവിടെ വന്നാൽ 170 രൂപേന്റെ പേസ്റ്റ് വാങ്ങി പല്ല് വെച്ചോളാം. പല്ല് വെച്ചിട്ട് തുപ്പണോ ഇറക്കണോ, അല്ലേ? ഇവിടെ ഡയറക്ട് സെല്ലിങ്, മറ്റു പല ഡയറക്ട് സെല്ലിങ് ഞാൻ കാണുന്നതാ. പരസ്യക്കാരില്ല, ഇടത്തട്ടുകാരില്ല, കമ്പനി നേരിട്ട് വരികയാണ്. മാർക്കറ്റിൽ 100 ഗ്രാം പേസ്റ്റ് 60 രൂപയാണെങ്കിൽ ഇവിടെ പോയി പേസ്റ്റ് വാങ്ങണം, 170 രൂപ കൊടുക്കണം. പല്ല് വെച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റാത്ത അവസ്ഥയിൽ ആളുകൾ മാർക്കറ്റിലുണ്ട്. അങ്ങനെയുള്ള ആളുകളിലേക്ക് 44 രൂപേന്റെ നല്ല പേസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീണ് പോകാനുള്ള അവസരങ്ങൾ ഇനിയും. ഇവിടെ ആളുകളെ നമ്മൾ ആദരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അപ്പൊ പറഞ്ഞിരിക്കുന്നത്. റെക്കഗ്നേഷനും കൂടി ഇതിനോടൊപ്പം ചെയ്യണം. നമ്മളോടൊപ്പം നല്ല വരാം, അതിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനകത്തേക്ക് നല്ല ഒരു ടീം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല ടീം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ടീമിന് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. നിങ്ങളൊരു ബാച്ചിലർ, നിങ്ങൾ കല്യാണം കഴിക്കാണ്ട ഒരു വ്യക്തിയാണോ, കല്യാണം കഴിച്ച വ്യക്തിക്കാണോ ഉത്തരവാദിത്തം കൂടുതൽ? ആർക്കാ? കഴിച്ചിട്ട്. കല്യാണം കഴിച്ച വ്യക്തിക്കാണോ, കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികൾ ഉണ്ടായാലാണോ ഉത്തരവാദിത്തം കൂടുതൽ? അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വലിയ ഉത്തരവാദിത്തമില്ല, കല്യാണം കഴിച്ചോടുകൂടി കുറച്ചുകൂടി ഉത്തരവാദിത്തമായി, കല്യാണം കഴിച്ച് 2 കുട്ടികളെ ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി ഉത്തരവാദിത്തം. അപ്പൊ നമ്മൾ RCM വെറുതെ എങ്ങനെ നമ്മൾ സ്വന്തം ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോഴാണോ ഉത്തരവാദിത്തം? 2 ആൾ കൂടെ വന്നാലാണോ ഉത്തരവാദിത്തം കൂടുക? 2 ആൾ. അപ്പൊ 2 ആൾ നമ്മളെ കൂടെ നമ്മൾ സ്പോൺസർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, LKG കുട്ടികൾ കരയുപോലെ ഒരു മീറ്റിങ്ങിലൊക്കെ വിളിച്ചാൽ, അയ്യോ കല്യാണം, അടുത്ത വീട്ട് കല്യാണം, മറ്റേ കല്യാണം, ഭയങ്കര പ്രശ്നമാണ്. എന്റെ മോളൊക്കെ ഭയങ്കര കരച്ചിലാണ് ചില ദിവസം സ്കൂളിലൊക്കെ, LKGയിലൊക്കെ. അമ്മേന്റെ അച്ഛൻ്റെയും കൂടി ഇരിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് സോപ്പിട്ട് ആദ്യം അടുത്ത് പോയി ഇരിക്കും, 2ാമത്തെ ദിവസം പിന്നെ ഒരു ത്രില്ല്. കോളേജിലൊക്കെ ആയി കഴിഞ്ഞാലോ പിന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചാൽ പിന്തുടരുന്നു അറിയും. അപ്പൊ ആ ലെവലിലേക്കാണ് ആളുകളുടെ എഡ്യൂക്കേഷൻ ലോകം മുഴുവൻ. അതുകൊണ്ട് RCMന്റെ മീറ്റിംഗിലേക്കൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ വയസ്സ് 10-60 ഉണ്ടാവും, പക്ഷെ കരച്ചിൽ LKG കുട്ടിനെ പോലെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കരയുമ്പോൾ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുപ്പക്കാരനായിരിക്കും. സ്പോൺസർ ചെയ്ത് 60 വയസ്സുള്ള ആളാണെങ്കിലും അയാളുടെ രക്ഷകർത്താവ് ആരാ? നമ്മളാ. അപ്പൊ അയാളെ മെല്ലെ സോപ്പിട്ട് വിളിച്ച് ഇതിൽ കൊണ്ടിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ്. ഒരു രക്ഷകർത്താവ് എങ്ങനെയാണോ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്, അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിൽ സ്വന്തം ഡൗൺലൈൻസിനെ ആര് കെയർ ചെയ്യണം? നമ്മൾ കൊണ്ടുവരണം. അവരെ പ്രോഗ്രാമിൽ ഇരുത്തണം. അവരൊരു ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റണം. ഒരു RCM ഡിസ്ട്രിബ്യൂട്ടറുടെ ദൗത്യം എന്താണ് ആരോഗ്യം, എന്താണ് ശരീരം, എന്താണ് കഴിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ ഈ ലോകത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും, ഇത് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ പഠിപ്പിച്ച് നമ്മൾ നല്ലൊരു ടീം ഉണ്ടാക്കുക. ഷോ ദ പ്ലാൻ എന്ന് പറയുന്ന അവസരത്തിലേക്ക് കൊണ്ടുവരിക. ഈ പ്ലാൻ കാണിക്കുക, ഇതിന് ആളുകളെ എത്തിക്കുക. ഇതിനൊക്കെ നമ്മളൊരു 10 മാർക്ക് കൊടുക്കുമെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഫോളോ അപ്പ്. സിസ്റ്റമാണ് ഞാനൊരു രൂപത്തിലെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ലെവലിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് പ്രോഗ്രാമിനൊക്കെ വന്നു, ക്ലാസ്സിലിരുന്നു, നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഒക്കെ കാണിച്ചു കൊടുത്താൽ അയാളുടെ മനസ്സിൽ ഈ ഒരു ആശയം എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തേക്ക് നല്ലൊരു ചാർജോട് കൂടി നിലനിൽക്കും. നല്ല ചാർജ് ഉണ്ടാവും. ഇപ്പൊ ഇന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളോട് അടിപൊളി പരിപാടി മോനെ, ഞാനിതിൽ അങ്ങ് വെലസാൻ പോവാന്ന് പറയുമ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച പോലെയാ പോവാ. മറ്റേ ചങ്ങായി ഒറ്റ കുത്താ സൂചിപ്പോ, എടാ ഈറ്റ പരിപാടി എന്തെല്ലാം വന്നിട്ടുണ്ട് മോനെ. അപ്പുറത്തെ ചങ്ങായി അവനത് ഭയങ്കര തുടങ്ങി, അവൻ വിജയിച്ചില്ല, ഇതൊക്കെ നാട്ടിൽ നടക്കും. കാരണം പരാജയപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളത്, അല്ലെ? വിജയിച്ച ആളുകൾ കുറവാണ്. നമ്മൾ ഈ അഭിപ്രായം ചോദിക്കാനും കാണാൻ പോകുന്ന ഒക്കെ പരാജയപ്പെട്ട ആളുകളാണ്. ഇന്ന് ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, നമുക്ക് സക്സസ് ആവണമെങ്കിൽ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അസോസിയേറ്റ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. എന്താണ്?
അസോസിയേറ്റ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ വിജയിച്ച ആളുകളോടൊപ്പം എന്ത് ചെയ്യണം? ചേർന്നുകൊണ്ടേയിരിക്കണം. ഇപ്പം വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഷെഡിൽ ഭയങ്കര ചർച്ച, ഇന്ത്യ അറ്റാക്ക് ചെയ്യോ, ഏത് ഇഷ്ടം, അതിനകത്ത് പോയിരുന്ന എന്താ കാര്യമുണ്ടോ? നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യോ? ചെയ്യേണ്ട ആൾക്കാർ വേറെ. അപ്പൊ അതിൽ പോയിരുന്ന് ആയുധം മറ്റേത് മറിച്ചതെന്നെല്ലാം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിലൊരു ചർച്ചയിൽ പങ്കെടുത്ത് ഇങ്ങനെ ലൈഫ് വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യണം. എമറാൾഡ് ആവണമെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോന്നേ. എന്തേ നിങ്ങൾ ടെക്നിക്കൽ അച്ചീവർ ആണെങ്കിലോ ഡയമണ്ട് ആവണമെങ്കിലോ ആ ലെവലിലുള്ള ആളോടൊപ്പം അസോസിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നല്ലൊരു കള്ളനാവണമെങ്കിൽ സിമ്പിൾ, ആരെ കൊടുത്ത് കൂടിയാൽ മതി? എക്സ്പേർട്ട്. ഇപ്പൊ ജയിലിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ ടെക്നിക്കൊക്കെ പഠിച്ച ആളുകളായി ഒരു എന്താ പറയാ പോക്കറ്റ് അടിച്ചൊക്കെ ജയിലിൽ പോകും. പിന്നെ അടിപൊളി കള്ളനായിട്ടാണ് പുറത്തിറങ്ങുന്നത് അല്ലേ? അവിടെ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ബ്രില്യന്റ് കള്ളന്മാരായിട്ടുള്ള കൂട്ടായ്മകള്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞാൽ നമ്മളെ ആരെ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട. അപ്പൊ നമുക്ക് നല്ല അസോസിയേഷൻ ഉണ്ടാകണം. നിങ്ങളുടെ 4 സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞു തരൂ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാന്ന്. ഞാൻ പറഞ്ഞാൽ ആര് പറഞ്ഞ? കർണാഷ പറഞ്ഞ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ? നിങ്ങളെ 4 ഫ്രണ്ടിന്റെ പേര് പറഞ്ഞാൽ നിങ്ങളുടെ 4 ആളെ അസോസിയേഷൻ ഏകദേശം ആ ഒരു ലെവലിലായിരിക്കും ആര് നിങ്ങളുണ്ടാവും. വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് നമുക്ക് ആരാവണം എന്നുള്ളത്, അപ്പൊ ആ ലെവലിൽ അസോസിയേഷൻ നമുക്ക് ഉണ്ടാവണം. നമുക്ക് ഏത് ആളെ പോലെയാണ് ആവേണ്ടത്, അവരേറ്റ് കൂട്ടായ്മകൾ ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മാറണമെങ്കിൽ, നമുക്ക് RCMനകത്ത് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് RCMന്റെ മീറ്റിംഗിലേക്ക് വരണം, RCMന്റെ പ്രോഗ്രാമിലേക്ക് വരണം. നമ്മളെ ഇൻഫർമേഷൻസ് പ്രധാനപ്പെട്ടത് ഇതായിട്ട് ബന്ധപ്പെട്ട ഇന്ന് ലോകം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ? ഇൻഫർമേഷൻസിന് ഒരു കുറവില്ല അല്ലേ? എന്തെല്ലാം വിവരങ്ങൾ അടിച്ച് പൊളിച്ച് തലയിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഫേസ്ബുക്ക്, വാട്സപ്പ്, പത്രം, TV, മാധ്യമം. അറിവിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല അല്ലേ? ഇഷ്ടം പോലെ ഇൻഫർമേഷൻ അടിച്ചു കയറുക, തലച്ചോറ് ഇങ്ങനെ ചൂട് പഴുത്തോണ്ടിരിക്കുക. ഫേസ്ബുക്കിൽ അതൊരു വൈക്കും മറ്റേ വരുന്നു, വാട്സപ്പിൽ വരുന്നു, പിന്നെ പത്രങ്ങളിൽ വരുന്നു, ചാനലിൽ വരുന്നു. പക്ഷെ ഇതിനകത്തുനിന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവയവമായിട്ട് എന്ത് മാറിയിട്ടുണ്ട്? ബ്രെയിൻ. വല്ലാണ്ട് ഇൻഫർമേഷൻ വരിക, ഗുണമുള്ളതും ഗുണമില്ലാത്തതോ അതിനകത്തേക്ക് ഇങ്ങനെ അടിച്ചു കയറുക. അതിനകത്തേക്ക് നല്ലത് കൊടുത്താൽ ബ്രെയിൻ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കും. എന്താ പറയാ? നല്ല കാര്യങ്ങൾ പരമാവധി കടത്തിവിടാൻ പറ്റണം. മീറ്റിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എനർജി ഇപ്പൊ എന്താ? എങ്ങനെ വിജയിക്കാം, എങ്ങനെ സക്സസ് ആവാം, എങ്ങനെ വലിയ ആൾ, അതല്ലേ ഉള്ളൂ ഇവിടുത്തെ ഡിസ്കസ്. അതിലേക്ക് നമ്മൾ വരണം, ബ്രെയിനിലേക്ക് അത്ര ഇൻഫർമേഷൻ കൊടുക്കണം. പുസ്തകങ്ങളൊക്കെ നല്ലത് റീഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. മിനിമം ഒരു 10-20 മിനിറ്റ് നല്ല ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന പോസിറ്റീവ്. എത്ര പേരുണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പുസ്തകങ്ങളൊക്കെ ഡെയിലി വായിക്കുന്ന ശീലമൊക്കെ വേണം. TV ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത്? ഇന്നിപ്പം പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന വാർത്ത കാണുമ്പോൾ തന്നെ നിങ്ങൾ ഡെസ്ക് ആവും അല്ലേ? അത്തരം യാത്രകളും കാര്യങ്ങളും നമ്മളെ മൂഡ് താട്ടും. അത് കാണാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. രാവിലെ എണീക്കുമ്പോഴേക്ക് 40 ആൾ മരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മൂഡ് പോവുകയാണ്. അപ്പൊ നമ്മളുടെ ഒരു മൂഡ്, മൈൻഡ്, മനസ്സ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെപ്പോഴും എല്ലാം ഞാൻ പറഞ്ഞ എന്താണ്, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, പല മേഖലകളിലെ ആൾക്കാരുണ്ടാവും നമ്മളോടൊപ്പം. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ എന്താണ്, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് കാണുമ്പോൾ ഈ ബ്രെയിനിന്റെ നമ്മളെ ഫോക്കസ് നഷ്ടപ്പെടുക. ഫോക്കസ് നഷ്ടപ്പെടരുത്. നല്ലൊരു ഒരു ഡ്രീം, ഒരു എയിം നമ്മൾ വെച്ചാൽ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. അപ്പൊ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് നല്ലൊരു ടീം നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത്.